അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനരായ വിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മൾ സൂറത്തുൽ അൻകബൂത്തിലെ 38 വരെയുള്ള വചനങ്ങളാണ് പഠിച്ചു വന്നത്. ഇനി ഇൻഷാ അല്ലാഹ് കുറച്ച് ആയത്തുകൾ ഒന്ന് വേഗം പോകാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇതിനു പുറമെ അമാനി തഫ്സീർ ഒന്നുകൂടി ആഴത്തിൽ വായിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് 39-ാമത്തെ ആയത്ത് നമുക്കൊന്ന് കേൾക്കാം. കേട്ടതിന് ശേഷം അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. وقارون وفرعون وهامان ولقد جاءهم موسى بالبينات فاستكبروا في الأرض وما كانوا سابقين. മുൻകഴിഞ്ഞ പല സമുദായങ്ങളും ഇസ്ലാം ആശ്ലേഷിക്കാത്തതിൻ്റെ പേരിലും അവരുടെ തോന്നിവാസങ്ങളിൽ മുഴുകിയതിൻ്റെ പേരിലും അവർ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം മുതൽ സമൂദ് ഗോത്രവും ആദ് ഗോത്രവും എല്ലാം നശിപ്പിക്കപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ആയത്തുകളിലെല്ലാം പറഞ്ഞത്. അതുപോലെ തന്നെ മൂന്ന് കൂട്ടരെക്കുറിച്ച് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല സൂചിപ്പിക്കുന്നുണ്ട്. വഖാറൂന വഫിർഔന വഹാമാൻ, മൂന്നാളുകൾ, ഖാറൂൻ, ഫിർഔൻ, ഹാമാൻ. ആരായിരുന്നു ഈ മൂന്നാളുകളും? മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന, മൂസാ നബി അലൈഹി സ്വലാം ജീവിച്ചിരുന്ന നാടിൻ്റെ ഭരണാധികാരിയായിരുന്നു ഫിർഔൻ. ആ ഫിർഔനിന് എല്ലാ നിലക്കുമുള്ള സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്ത ആളായിരുന്നു ഖാറൂൻ. ആ നാട്ടിൽ, അതായത് ഈജിപ്തിൻ്റെ നാട്ടിൽ, എല്ലാ ബിൽഡിങ്ങുകളുടെയും എൻജിനീയർ, അതുപോലെ തന്നെ വസീർ, അത് ഹാമാനായിരുന്നു. ഇങ്ങനെ മൂന്ന് ശത്രു ഭാഗത്തു നിന്നുള്ള മൂന്ന് വ്യക്തികൾ, എല്ലാ നിലക്കും പിടിപാടുകളുള്ള, സാമ്പത്തികമായി സഹായിക്കാൻ കഴിവുള്ള, അധികാരമുള്ള ഒരു സംഘത്തിന് ഏറ്റവും പ്രധാനമായും വേണ്ടത് സാമ്പത്തിക സഹായമാണ്. 2 അധികാരമാണ്. അധികാരം ഉള്ള ഒരാൾക്ക് ആരെയും അടിച്ച് അമർത്താൻ സാധിക്കുന്ന കെൽപ്പുകൾ ഉണ്ടാകും, അതിനുള്ള സഹായങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക സഹായം കൂടിയാകുമ്പോൾ എല്ലാ നിലക്കും ഒരു അംഗീകാരവും ഒരു ഗ്രൗണ്ട് സപ്പോർട്ടും കിട്ടുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ സാമ്പത്തിക സഹായത്തിന് ഇവിടെ ഖാറൂനുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കാൻ അധികാരം കൊണ്ട് ഫിർഔനുണ്ട്. വസീർ എന്ന നിലയ്ക്ക് ഹാമാനുമുണ്ട്. ഈ 3 അംഗ സംഘം ഇസ്ലാമിനെതിരെ, മൂസാ നബി അലൈഹി ഇസ്ലാമിനെതിരെ ശക്തമായി നിലകൊള്ളുന്ന സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. മൂസാ നബി അലൈഹി സ്വലാം വലഖദ് ജാഅഹും മൂസാ ബിൽ ബയ്യിനാത്ത്, അങ്ങനെ ഈ ശത്രുക്കൾക്കെതിരെ ഇസ്ലാമിന് വേണ്ടി ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ച ചില മുഅ്ജിസത്തുകൾ, അത് കൃത്യമായി അവിടെ 9 ദൃഷ്ടാന്തങ്ങളെ, ബയ്യിനാത്ത് എന്ന് പറഞ്ഞാൽ ചില വ്യക്തമായ കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്തു എന്നതാണ്. അൽ ബയ്യിനാത്ത്, വ്യക്തമാക്കി കൊടുക്കുക. അങ്ങനെ 9 ദൃഷ്ടാന്തങ്ങളെ വ്യക്തമാക്കി കൊടുത്തുകൊണ്ട് മൂസാ അലൈഹിസ്സലാം അവരിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ വടി നിലത്തിട്ടപ്പോഴേക്ക് പാമ്പായത് ഒരു ദൃഷ്ടാന്തമായിരുന്നു. പക്ഷെ അത് ഒരിക്കലും മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കഴിവല്ല, മൂസാ നബി അലൈഹി ഇസ്ലാമിന് കൊടുത്ത കഴിവുമല്ല. മറിച്ച് ആ പാമ്പ് ഇടുമ്പോഴേക്ക് ആ മൂസാ നബി അലൈഹി ഇസ്ലാം അത് സർപ്പമായി മാറിയത് കണ്ടപ്പോൾ പേടിച്ച് പിന്മാറിപ്പോയി എന്നാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ്, പിന്നെ പേടിക്കേണ്ടതില്ല എന്ന അള്ളാഹുവിൻ്റെ വാർത്ത വന്നപ്പോഴാണ് അവിടെ ഉറപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും വടി നിലത്തിട്ടപ്പോൾ പാമ്പ് ആവുക എന്നത്, അതുപോലെ തന്നെ വടി പാറയിലേക്ക് അടിച്ചപ്പോൾ അതിൽ നിന്ന് ഉറവകൾ പൊട്ടി ഒലിച്ചത്, വടി കടലിലേക്ക് അടിച്ചപ്പോൾ ആ കടൽ പിളർന്നു പോയത്, ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല ആ സമയത്ത് വിശ്വാസികൾക്ക് കരുത്തേകാനും അവിശ്വാസികൾക്ക് വിശ്വാസത്തിലേക്ക് കടന്നു വരാനുമുള്ള ഒരവസരമായിക്കൊണ്ട് മുഅ്ജിസത്തുകളെ അള്ളാഹു അവതരിപ്പിച്ചു. പ്രവാചകന്മാർക്കാണ് മുഅ്ജിസത്തുകൾ കിട്ടുന്നത്. എന്താണ് മുഅ്ജിസത്ത്? മുഅ്ജിസത്ത് എന്ന് പറയുമ്പോൾ പ്രവാചകന്മാരുടെ പ്രവാചകത്വം തെളിയിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കൗമിൻ്റെ മേൽ, അല്ലെങ്കിൽ ആ പ്രവാചകനിലൂടെ നടപ്പിലാക്കുന്ന ദൃഷ്ടാന്തത്തെക്കുറിച്ചാണ് മുഅ്ജിസത്ത് എന്ന് പറയുക. ഈ ദൃഷ്ടാന്തം കണ്ട് അവിശ്വാസികൾ വിശ്വസിക്കുകയും വിശ്വാസികൾക്ക് വിശ്വാസത്തിൽ ഒന്നുകൂടി
ഊന്നൽ നൽകാനും ദൃഢത ലഭിക്കാനുമാണ് ഈ മുഅ്ജിസത്തുകൾ നടപ്പിലാക്കുന്നത്. അങ്ങനെ 9 പ്രത്യേകമായ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല മൂസാ നബി അലൈഹി ഇസ്ലാമിലൂടെ ആ ജനതയ്ക്ക് മനസ്സിലാകാൻ വേണ്ടി കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, വ്യക്തമായ കാര്യങ്ങൾ കൊണ്ടുവന്നു. ഇതൊക്കെയും കൊണ്ടുവന്ന് കാര്യങ്ങൾ ക്ലിയറായപ്പോൾ പക്ഷേ ശത്രുക്കൾ ഇത് സ്വീകരിക്കാൻ തയ്യാറായില്ല. ഫിർഔനും ഹാമാനും ഖാറൂനുമെല്ലാം സത്യത്തിനെതിരെ നിന്നു. സത്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടും സത്യത്തിനെതിരെ നിൽക്കുകയാണ്. അങ്ങനെ ഫസ്തക്ബറു ഫിൽ അർദ്, അത്രയും ആളുകൾ, അത്തരം ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അവർ അഹങ്കാരം നടിച്ചു. അപ്പോൾ എന്താണ് അഹങ്കാരം? സത്യമറിഞ്ഞിട്ടും അസത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവർ അവരായി മാറി ഫിർഔനും കൂട്ടരും. എന്താണ് കിബർ എന്ന് പറഞ്ഞാൽ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബത്റുൽ ഹഖ് വഗംതുൻ നാസ്, സത്യം മൂടിവെക്കുകയും ജനങ്ങളെ നിസാരമായി കാണുകയും ചെയ്യുക എന്നതാണ് കിബർ എന്നുള്ളത്, അഹങ്കാരം. നമുക്കറിയാം അഹങ്കാരം എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അണുമണി തൂക്കം അഹങ്കാരമുണ്ടോ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസി എന്ന നിലക്ക് നമുക്ക് അഹങ്കാരമുണ്ടാകാൻ പാടില്ല. സത്യം എന്താണോ അത് അംഗീകരിച്ചുകൊണ്ട് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ വിശ്വസിച്ചതും നമ്മൾ ആചരിച്ചു വരുന്നതും തെറ്റാണ് എന്ന് ബോധ്യപ്പെടുന്ന അവസ്ഥയിൽ നമ്മൾ സത്യത്തിൻ്റെ കൂടെ നിൽക്കാനാണ് ശ്രമിക്കേണ്ടത്. അതല്ലാതെ സത്യം മനസ്സിലാക്കിയിട്ടും സത്യത്തിനെതിരെ നിൽക്കുക എന്നത് അഹങ്കാരമായി കൊണ്ടാണ് ഇവിടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഫിർഔന് അറിയാമായിരുന്നു മൂസാ അലൈഹിസ്സലാം പറയുന്നത് ശരിയാണ് എന്ന്. മൂസാ അലൈഹിസ്സലാം കൊണ്ടുവന്ന ഈ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അത് അള്ളാഹുവിൽ നിന്നാണ് എന്ന് മൂസാ അലൈഹിസ്സലാമിൻ്റെ ഈ ദൃഷ്ടാന്തങ്ങളെ കൃത്യമായി അറിയാമായിരുന്നു. പക്ഷേ എന്നിട്ടും ആ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കാതെ, അള്ളാഹുവിൽ വിശ്വസിക്കാതെ, മൂസാ അലൈഹിസ്സലാമിനെ അംഗീകരിക്കാതെ അഹങ്കാരം നടിച്ച് പിന്മാറി നിന്നു എന്നത് അവർക്കുള്ള അഹങ്കാരം അത് പ്രകടമായി എന്നതും കൃത്യമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു നൽകുന്നു. പക്ഷേ വിശുദ്ധ ഖുർആൻ ഈ ആയത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞത് വമാ കാനൂ സാബിഖീൻ, അവർക്ക് മുൻകടക്കാൻ സാധിച്ചിട്ടില്ല. അവർക്ക് അധികാരമുണ്ടായിരുന്നു, ആൾബലമുണ്ടായിരുന്നു, സംഘബലമുണ്ടായിരുന്നു, അതുപോലെ തന്നെ സാമ്പത്തിക സമാഹരണങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടും എല്ലാ നിലയ്ക്കും അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ടില്ല, അള്ളാഹുവിനെ അതിജീവിക്കാനായിട്ടില്ല, അള്ളാഹുവിനേക്കാൾ വലുതാകാൻ സാധിച്ചിട്ടില്ല. ഫിർഔനൊക്കെ എന്താ പറഞ്ഞത്? അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ലോകരക്ഷിതാവ് എന്ന് പറയുന്നുണ്ട്. ഈ വാദിയിലൂടെ, ഈ നാട്ടിലൂടെ പുഴ ഒഴുകിപ്പിക്കുന്നത് ആര് എന്ന് സ്വയം അഹങ്കാരത്തോടുകൂടി അധികാരത്തോടുകൂടി പറയുന്ന രംഗങ്ങൾ വായിച്ചെടുക്കാൻ സാധിക്കും ഫിർഔനിൻ്റെത്. അപ്പോൾ അത്രയും അഹങ്കാരം അവൻ്റെ മനസ്സിലുണ്ടായി, നാവിലൂടെ ഉണ്ടായി, പ്രകടമായി. അവൻ്റെ സൈന്യത്തെ ഉപയോഗിച്ചു, ആളുകളെ വിശ്വസിച്ച ആളുകളെ നശിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, നിനക്ക് അധികാരമുണ്ടോ, നിനക്ക് സമ്പത്തുണ്ടോ, നിനക്ക് ആൾബലമുണ്ടോ, സംഘബലമുണ്ടോ, എന്തുണ്ടായിരുന്നിട്ടും കാര്യമില്ല. അള്ളാഹുവിനെ വിജയിക്കാൻ, അള്ളാഹുവിനെ മറികടന്ന് മുൻകടക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഫിർഔൻ കൊണ്ടുവന്ന ആ മന്ത്രവാദികൾ, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ആ വടി താഴെ ഇട്ടപ്പോഴേക്ക് പാമ്പായത് കണ്ട ആ മന്ത്രവാദികൾ, 40ഓളം മന്ത്രവാദികൾ അവിടെ വന്നിരുന്നു എന്നാണ്, സാഹിറന്മാർ വന്നിരുന്നു എന്നാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ തോൽപ്പിക്കാൻ വേണ്ടി ഫിർഔൻ ക്ഷണിച്ച 40 ആളുകൾ, അവരെല്ലാം പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് ഈ ഒരു ദൃഷ്ടാന്തം കണ്ടിട്ട്. അപ്പോൾ ശത്രു സൈന്യത്തിൽ നിന്ന് ശത്രുക്കളായിക്കൊണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ തോൽപ്പിക്കാൻ വന്ന ആളുകളൊക്കെ മൂസാ നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് ഈ ഒരു സംഭവം കണ്ടപ്പോഴേക്ക് ഇത് ഒരിക്കലും മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെതല്ല, ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുകയില്ല, ഒരു സിഹറിനും അത് സാധിക്കുകയില്ല, ഇത് തീർത്തും സ്രഷ്ടാവിൻ്റെതാണ് എന്ന് തിരിച്ചറിഞ്ഞ സമയത്താണ് ആ സാഹിര്യങ്ങളെല്ലാം ഇസ്ലാമിലേക്ക് വരുന്നത്. ആ സമയത്ത് ഞാൻ വിളിച്ച ആളുകൾ ഇസ്ലാമിലേക്ക് പോവുകയോ എന്ന അഹങ്കാരം വീണ്ടും ഫിർഔനിൽ ജനിച്ചപ്പോൾ ആ ഫിർഔനിനോട് തിരിച്ചു പറയുന്ന രംഗം വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. അവർ ഒന്നടങ്കം പറഞ്ഞത് ഫഖ്ലി മാ അൻത ഖാദിൻ ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്തദ് ദുനിയ. അവർ ഒന്നടങ്കം പറഞ്ഞു, നീ വിധിച്ചുകൊള്ളുക, ഈ ദുനിയാവിൽ നിനക്ക് വിധിക്കാനുള്ള അധികാരം നിനക്കുണ്ട്, പക്ഷേ അള്ളാഹുവിൻ്റെ മുമ്പിൽ ജയിക്കാൻ നിനക്ക് സാധ്യമല്ല. നിനക്ക് വേണമെങ്കിൽ നമ്മളെ നശിപ്പിക്കാൻ പറ്റും, നമ്മൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അടിയുറച്ച് വിശ്വസിച്ച ആ സാഹചര്യങ്ങൾ അവിടെ നിന്ന് പോയി എന്നാണ്. അവിടെ ഫിർഔനിൻ്റെ അധികാരങ്ങൾ ഉപയോഗിച്ച് അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും
എത്ര വലിയ അധികാരമുണ്ടെങ്കിലും, എത്ര വലിയ സമ്പത്തുണ്ടെങ്കിലും, എത്ര വലിയ ആൾബലമുണ്ടെങ്കിലും അതൊന്നും ഒരു വിലയ്ക്ക് പോവുകയില്ല. ഈ ദുനിയാവിൽ ഒരു പക്ഷേ ചില നേട്ടങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചേക്കാം, പാരത്രിക ലോകത്ത് വിജയിക്കാൻ സാധ്യമല്ല, അള്ളാഹുവിനെ അതിജയിക്കാൻ സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ സമുദായങ്ങളും, മുൻകഴിഞ്ഞ സമുദായങ്ങളും, ഇത്തരം ഇസ്ലാമിൻ്റെ ശത്രുക്കളും അവരുടെ ചെയ്തികളാൽ അവർക്ക് സംഭവിച്ച ഭവിഷ്യത്തുകളെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞ ആയത്തുകളിലും ഇനി 40-ാമത്തെ ആയത്തിലും അള്ളാഹു സൂചിപ്പിക്കുന്നത്. 40-ാമത്തെ ആയത്ത് നമുക്ക് കേൾക്കാം. فَكُلًّا أَخَذْنَا بِذَنبِهِ فَمِنْهُمْ مَنْ أَرْسَلْنَا عَلَيْهِ حَاصِبًا وَمِنْهُمْ مَنْ أَخَذَتْهُ الصَّيْحَةُ وَمِنْهُمْ مَنْ خَسَفْنَا بِهِ الْأَرْضَ وَمِنْهُمْ مَنْ أَغْرَقْنَا وَمَا كَانَ اللَّهُ لِيَظْلِمَهُمْ وَلَكِنْ كَانُوا أَنفُسَهُمْ يَظْلِمُونَ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഫകുല്ലൻ അഖദ്നാ ബിദംബിഹി. ഫകുല്ലൻ, അപ്പോൾ എല്ലാത്തിനെയും, അഖദ്നാ ബിദംബിഹി, അവർ ചെയ്ത ചെയ്തികളാൽ, തെറ്റുകളാൽ, അവർ ചെയ്ത തോന്നിവാസങ്ങളാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ പിടികൂടി. ഇവിടെ നൂഹ് നബി അലൈഹിസ്സലാം മുതൽ അവിടെ നിന്നിങ്ങോട്ട് എല്ലാ പ്രവാചകന്മാരിലും അതുപോലെ തന്നെ ചില ഗോത്രങ്ങളെയും പിന്നെ ഫിർഔന്, ഹാമാന്, ഖാറൂൻ, ഈ 3 കൂട്ടരെയും അല്ലാഹു സുബ്ഹാനഹു വതആല പിടികൂടിയ ചില 4 രംഗങ്ങളെക്കുറിച്ച്, ദുനിയാവിൽ വെച്ച് തന്നെ അവർ അനുഭവിക്കേണ്ടി വന്ന 4 ദോഷഫലങ്ങളെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രവാചകന്മാരെ അംഗീകരിക്കാതെ, ഇസ്ലാമിനെ ആശ്ലേഷിക്കാതെ, അള്ളാഹുവിനെ അംഗീകരിക്കാതെ, വിശ്വസിക്കാതെ, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ച, തോന്നിവാസികളായി ജീവിച്ച ആളുകൾ, അവർക്ക് ഈ ദുനിയാവിൽ പിടിപെട്ട ആപത്തുകൾ എന്ത് എന്നതാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ബാക്കി പറയുന്നത്. ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബ. അതിലൊന്നാമത്തത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, അതിൽ ചില ആളുകളുണ്ട്. ആ ശിക്ഷയിൽ ഒന്നാമത്തെ ശിക്ഷ എന്താണ്? ചരൽ കാറ്റുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആ സമുദായത്തെ നശിപ്പിച്ചു. ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ നാടിനെ, ആ രാജ്യത്തെയും ആ രാജ്യത്തിൻ്റെ ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ അതിശക്തമായ കാറ്റുപയോഗിച്ചും, കാറ്റുകൊണ്ട്, ചരൽ കാറ്റുകൊണ്ട്, ചൂടുകാറ്റുകൊണ്ട് എന്നും ചില തണുത്ത കാറ്റ് എന്നും ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. ചൂട് കാറ്റും അതോടൊപ്പം അടിച്ചു വീശുന്ന കാറ്റും. നല്ല ഉച്ചവെയിലത്ത് ഒരടിച്ചു വീശുന്ന കാറ്റുണ്ടായാൽ ആ വെയിലിൻ്റെ ചില കിരണങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് തട്ടുമ്പോൾ എത്ര പ്രയാസമുണ്ടാവും. അങ്ങനെ അടിച്ചു വീശുന്ന ചരൽക്കാറ്റിലൂടെ, അതായത് പൊടിപടലങ്ങളെല്ലാം ഇങ്ങനെ വീശി കല്ലുകൾ ഉൾപ്പെടെ പാറിപ്പോകുന്ന അത്ര ശക്തമായ കാറ്റും അതോടൊപ്പം ചൂടും. ആ ചൂട് കാറ്റടിച്ച് ആ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ നാടിനെ നശിപ്പിച്ചു, ഇളക്കിമറിച്ചു, ആകാശമേലാപ്പിലേക്കെത്തി അവിടെ നിന്ന് തിരിച്ചടിച്ച് ആ ഭൂമി മുമ്പൊന്നും താമസമില്ലാത്ത രൂപത്തിൽ, ആ രൂപത്തിൽ അങ്ങേയറ്റം മോശമായ അവസ്ഥയിൽ ആ നാടിനെ നശിപ്പിക്കപ്പെട്ടു എന്നാണ് ഇബ്നു കസീർ റഹ്മഹുള്ളയുടെ തഫ്സീറിൽ കാണാൻ സാധിക്കും. ആദ് സമുദായമാണത് എന്നാണ്. ഒന്നാമത്തെ ശിക്ഷ ലഭിക്കാൻ കാരണമായ സമുദായം ആദ് സമുദായമാണ്. അവിടെ ദിവസങ്ങളോളം അടിച്ചു വീശിയ കാറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. 7 രാത്രിയിലും 8 പകലിലുമായി കൊണ്ട് അടിച്ചു വീശിയ കാറ്റ് നിരന്തരം അടിച്ചുകൊണ്ടിരുന്നു. 7 രാത്രിയും 8 പകലും. അങ്ങനെ ആ സമുദായത്തെ നശിപ്പിച്ചു. അവർ ചെയ്ത ചെയ്തികളാൽ, അവർ ചെയ്ത തെറ്റുകൾ കാരണം, അവർ അവിശ്വാസത്തിൽ ഏർപ്പെട്ടത് കാരണം, അവർ അന്ധകാരത്തിൽ കഴിഞ്ഞത് കാരണം, അവർ അന്ധകാരത്തിൽ കഴിയുന്നതോടൊപ്പം അവരുടെ ഭാഗത്തു നിന്നുള്ള വമ്പിച്ചതായ മോശപ്രവർത്തനങ്ങൾ കാരണം അവരെ 7 രാത്രിയും 8 പകലും അവർക്ക് അടിച്ചു വീശുന്ന കാറ്റ്, നിരന്തരമായി അടിച്ചു വീശുന്ന കാറ്റിനാൽ അവരെ നശിപ്പിച്ചു എന്നാണ്. അപ്പോൾ ഒന്നാമത്തത് ഫമിൻഹും, അവരിലുണ്ട്, നശിപ്പിക്കപ്പെട്ട ആളുകളിലുണ്ട്, മൻ അർസൽനാ അലൈഹി ഹാസിബ, അടിച്ചു വീശുന്ന ചരൽക്കാറ്റ് കൊണ്ട് അവരെ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. രണ്ടാമത്തത് വമിൻഹും മൻ അഖദതുഹുമുസ് സൈഹതു. അല്ലാഹു സുബ്ഹാനഹു വതആല രണ്ടാമത്തത് പറഞ്ഞത് ഘോര ശബ്ദം കൊണ്ടാണ്. അസ്സൈഹത്ത് എന്ന് പറഞ്ഞാൽ ഘോര ശബ്ദമാണ്. ഒരു മനുഷ്യന് കേൾവിക്ക് ഒരു പരിധിയുണ്ട്. അതിൽ ശബ്ദങ്ങൾ
എത്ര ഗാംഭീര്യമുള്ളതാകുന്നോ അതിനനുസരിച്ച് ശബ്ദത്തിന് ചെവിക്ക് ചില പ്രയാസങ്ങളുണ്ടാകും. മാന്യമായ രൂപത്തിൽ ചെറിയ സൗണ്ടൊക്കെ ഏറ്റവും മനോഹരമായ രൂപത്തിൽ കേൾക്കാൻ സാധിക്കും. ശബ്ദമൊന്ന് ഓവറായാലോ, ശബ്ദം ഒന്ന് ഓവറാകുമ്പോഴേക്ക് നമ്മുടെ ചെവിക്ക് അതിൻ്റെ ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങൾക്ക് തന്നെയും ചിലപ്പോൾ വേദനയുണ്ടാകും. ചെവി അടിച്ചു പൊളിക്കുന്ന രൂപത്തിൽ ശബ്ദമുണ്ടായാലോ ഒരാൾക്ക് പ്രയാസമുണ്ടാവും. എന്നാൽ അതിനേക്കാൾ ഘോര ശബ്ദം കൊണ്ട് ഒരു സമുദായത്തെ നശിപ്പിച്ചിട്ടുണ്ട്. വലിയ വമ്പിച്ചതായ ശബ്ദം, ആ ശബ്ദം കൊണ്ട് ഒരു സമുദായത്തെ മുഴുവൻ, അതായത് മദിയൻ നിവാസികളെ മുഴുവനും സമൂദ് ഗോത്രത്തെയും ബാധിച്ച വലിയ ശിക്ഷയായിരുന്നു വലിയ ഘോര ശബ്ദം കൊണ്ട് അത് നശിപ്പിക്കപ്പെട്ടു എന്നുള്ളത്. അങ്ങനെ രണ്ടാമത്തെ വിഭാഗം ആളുകൾ വമിൻഹും മൻ അഖദതുഹു സൈഹ, ഘോര ശബ്ദം കൊണ്ട് അവരെ നശിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തത് വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർദ്, ഭൂമിയിലേക്ക് ആഴ്ത്തിക്കൊണ്ട്, ഭൂമിയുടെ ഗർത്തത്തിലേക്ക് ആഴ്ത്തി, ഭൂമിയെ പിളർത്തി അതിൻ്റെ ആഴത്തിലേക്ക്, അതിൻ്റെ ഗർത്തത്തിലേക്ക് ആഴ്ത്തിക്കൊണ്ട് നശിപ്പിക്കപ്പെട്ട സമുദായങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ പ്രധാനിയാണ് ഖാറൂൺ. ഖാറൂണിന് വലിയ സമ്പത്തുണ്ടായിരുന്നു. ഖാറൂണിൻ്റെ സമ്പത്ത് ചുമക്കാൻ മാത്രം ഒട്ടകങ്ങൾ വേണ്ടി വന്നിരുന്നു. ആ സമ്പത്തിൻ്റെ താക്കോല് ചുമക്കാൻ മാത്രം ഒട്ടകങ്ങൾ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ സമ്പത്ത് അവന് ഉപകരിച്ചിട്ടില്ല, അവൻ്റെ ആളുകൾ ഉപകരിച്ചിട്ടില്ല. അവൻ്റെ ആളുകൾ നോക്കി നിൽക്കെ തന്നെ ഭൂമി പിളർന്ന് അതിൻ്റെ ഗർത്തത്തിലേക്ക് പോകേണ്ടി വന്ന മഹാദൗർഭാഗ്യവാനാണ് ഖാറൂൺ എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അങ്ങനെ ഭൂമിയിലെ ഗർത്തത്തിലേക്ക് ആഴ്ത്തിക്കൊണ്ട് നശിപ്പിക്കപ്പെട്ടതിൽ പെട്ടതാണ് ഖാറൂൺ എന്നുള്ളത്. അവനും അവൻ്റെ വീടും ഉൾപ്പെടെ ആ ഗർത്തത്തിലേക്ക് ആണ്ടുപോയി എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. വമിൻഹും മൻ അഗ്റഖ്നാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു നാലാമത്തെ ശിക്ഷ. പ്രധാനമായി 4 ശിക്ഷകളെക്കുറിച്ചാണ് ഈ ആയത്തിൽ പറഞ്ഞത്. അതിലൊന്നാമത്തത് അടിച്ചു വീശുന്ന കാറ്റാണ്, രണ്ടാമത്തത് ഘോരശബ്ദമാണ്, അതോടൊപ്പം മൂന്നാമത്തത് ഭൂമിയുടെ ഗർത്തത്തിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു എന്നതാണ്, നാലാമത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല ജലപ്രളയം കൊണ്ട് അല്ലാഹു ഒരു സമുദായത്തെ നശിപ്പിച്ചിട്ടുണ്ട്, മുക്കി നശിപ്പിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അതിൽ ഒന്നാമത് നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ സമുദായത്തെയായിരുന്നു. നൂഹ് നബി അലൈഹി സ്വലാം കപ്പലുണ്ടാക്കി, അതിലേക്ക് വിശ്വസിച്ച ആളുകൾ കയറാൻ പറഞ്ഞു. വിശ്വസിക്കാത്ത ആളുകൾ നൂഹ് നബി അലൈഹി സ്വലാമിനെ കളിയാക്കാൻ തുടങ്ങി. അങ്ങനെ മണ്ടനാണ്, ഈ കുന്നിൻ്റെ മുകളിൽ എന്ത് കപ്പലാണ് ഉണ്ടാക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ഇനിയിപ്പോൾ ഇവിടെ വെള്ളം എത്തുക എന്നൊക്കെയുള്ള കളിയാക്കലുകൾ ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ സ്വാഭാവികമായും ചിന്തിച്ചു പോകുന്നതാണ്. മലയ്ക്ക് മുകളിൽ, മലയുടെ മുകളിൽ ഒരു കപ്പൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊരു പക്ഷെ ചിന്തിച്ചേക്കാം. അവിടെയും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നൂഹ് നബി അലൈഹി സ്വലാം കപ്പലുണ്ടാക്കി, വിശ്വാസികൾ അതിൽ കയറി രക്ഷപ്പെട്ടു, ബാക്കിയുള്ളവർ മുങ്ങി നശിച്ചു എന്നാണ്. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യയും മകനും ഉൾപ്പെടെ ആ ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു സംഭവം, ഫിർഔൻ മൂസ നബി അലൈഹി സ്വലാമിനെ പിടിക്കാൻ വേണ്ടി ഫിർഔനും സംഘവും മൂസ നബി അലൈഹി സ്വലാമിൻ്റെ പിന്നാലെ പോയി. മൂസ നബി അലൈഹി സ്വലാം കടലിൻ്റെ വക്കത്തെത്തി. മൂസ നബി അലൈഹി സ്വലാമിൽ വിശ്വസിച്ച ആളുകൾ പറഞ്ഞു, മൂസ ഞങ്ങൾ പെട്ടിരിക്കുന്നു, ഇതാ മുന്നിൽ കടലാണ്, പിന്നിൽ ഫിർഔനും കൂട്ടരുമാണ്, ഇനി ഞങ്ങൾക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്ന മഅയ റബ്ബി സയഹ്ദീനി, തീർച്ചയായും എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട്, അവൻ എനിക്ക് മാർഗം കാണിച്ചു തരുമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വടികൊണ്ട് കടലിൽ അടിക്കാൻ പറഞ്ഞതും ആ കടൽ പിളർന്ന് അതിലേക്ക് അവർ സഞ്ചരിച്ച് രക്ഷപ്പെട്ടു പോയപ്പോൾ അതിൻ്റെ പിന്നാലെ ഫിർഔനും കൂട്ടരും അതിലേക്ക് വന്നപ്പോൾ ആ കടൽ വീണ്ടും ഒന്നായി. ആ ഫിർഔനും കൂട്ടരും മുങ്ങി നശിച്ച അവസ്ഥയാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ പല വിധത്തിൽ പല ആളുകളെയും പിടികൂടിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും 4 ശിക്ഷകളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഒന്നാമത്തത് അടിച്ചു വീശുന്ന ചരൽക്കാറ്റ്, രണ്ടാമത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഘോര ശബ്ദമാണ്, മൂന്നാമത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഈ ഭൂമിയുടെ ഗർത്തത്തിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു എന്നാണ്, ഇതിൻ്റെ പാതാളത്തിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. നാലാമത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ മുക്കി നശിപ്പിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസം സ്വീകരിക്കുക എന്നതും ധർമ്മത്തിൽ നിലകൊള്ളുക എന്നതും അധർമ്മത്തിനെതിരെ പ്രവർത്തിക്കുക എന്നതും ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയായിക്കൊണ്ട്, ഒരു മനുഷ്യൻ്റെ ബാധ്യതയായിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അധർമ്മങ്ങൾ നമുക്ക് ശിക്ഷകൾ വരെ വന്നെത്താൻ കാരണമാകും.
ഒരു സമുദായത്തെപ്പോലും നശിപ്പിക്കാൻ കാരണമായത് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചുകൊണ്ട് അവർ വിശ്വാസരംഗത്തും ശുദ്ധി പാലിക്കാതെ അവർ കച്ചവട രംഗത്തും സാമ്പത്തിക മേഖലയിലും അവർ അവിശുദ്ധി കാണിച്ചു എന്നത് തന്നെയും അവരെ നശിപ്പിക്കാൻ കാരണമായിട്ടുണ്ട് എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നതോടൊപ്പം മറ്റു തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് എന്നതുകൂടി, തൗഹീദുണ്ട് എന്നതുകൊണ്ട് മറ്റു തിന്മകൾ ചെയ്യാം എന്ന ലൈസൻസ് എവിടെയും കൊടുക്കുന്നില്ല. തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. ഒരു കൂട്ടം ആളുകൾ, സഹാബികൾ, അവർ ഉന്നതന്മാരായത് എന്തുകൊണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചപ്പോൾ അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ നന്മകൾ അതിൽ വർത്തിക്കുന്നതോടൊപ്പം തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും തിന്മകൾക്കെതിരെ പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കേൾക്കുന്നതിലുപരി ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി അല്ലാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ചും ഷിർക്കിൻ്റെ നിരർത്ഥകതയെക്കുറിച്ചുമാണ് അല്ലാഹു 41-ാമത്തെ വചനത്തിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ആ 41-ാമത്തെ വചനം നമുക്ക് കേൾക്കാം. മസലുല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാഅ കമസലിൽ അൻകബൂതി ഇത്തഖദത് ബൈതാ وإن أوهن البيوت لبيت العنكبوت ലൗ കാനൂ യഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളെക്കുറിച്ചും അതിൻ്റെ നിരർത്ഥകതയെക്കുറിച്ചും, അതായത് ഷിർക്കിൻ്റെ നിരർത്ഥകതയെക്കുറിച്ചും, അതുപോലെ തന്നെ അവരോട് വിളിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ദൗർബല്യത്തെക്കുറിച്ചുമാണ് വിശുദ്ധ ഖുർആനിൽ 29-ാം അധ്യായം 41-ാമത്തെ വചനത്തിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്. ഈ സൂറത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അത് ഈ വചനത്തിൽ ഈ ഒരു പരാമർശം ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചത് കൊണ്ടാണ് ഈ സൂറത്തിന് അൽ അൻകബൂത്ത് എന്ന് പേര് വരാൻ കാരണം. എന്താണ് ഇതിൽ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മസലുൽ ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ. അല്ലാഹുവിന് പുറമെ രക്ഷാധികാരികളെ, വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളെ, ആരാധ്യന്മാരെ സ്വീകരിച്ച ആളുകൾ ഏതാണ്? എങ്ങനെയാണ് അവരുടെ ഉപമ? അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പല വിഷയങ്ങളും പഠിപ്പിക്കുന്നത് ഉപമയിലൂടെയാണ്. ഉപമയിലൂടെ പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ഒന്നുകൂടി നമുക്ക് ക്യാച്ച് ചെയ്യാൻ, കാര്യം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രൂപം നമുക്ക് അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ അല്ലാഹു ആ രൂപത്തിൽ ഒരു ഉപമ പറയാണ്. അല്ലാഹുവിന് പുറമെ ചില ആളുകളെ, ഇനി ഔലിയാക്കന്മാരാകട്ടെ, അമ്പിയാക്കന്മാരാകട്ടെ, മഹാന്മാരാകട്ടെ, പുണ്യപുരുഷന്മാരാകട്ടെ, ബാബമാരാകട്ടെ, ബീബിമാരാകട്ടെ, ഖബറിലുള്ള പുണ്യ ആത്മാക്കളാകട്ടെ, ആരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ അല്ലെങ്കിൽ വിഗ്രഹത്തെയോ എല്ലാത്തിനെയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്നിനെയും ഒഴിവാക്കിയിട്ടില്ല. അല്ലാഹുവിന് പുറമെ ആരോട് അഭൗതികമായ മാർഗത്തിൽ സഹായ തേട്ടം നടത്തുന്നുണ്ടോ, അത് ജിന്നാകട്ടെ, മലക്കാകട്ടെ, ആരുമാകട്ടെ, സൃഷ്ടികളിൽ ആരോടും, മറ്റേതെങ്കിലും ശക്തിയോടും, മറ്റേതെങ്കിലും കല്ലിനോടോ പർവ്വതത്തോടോ തീയിനോടോ ഏതിനോടും ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നിരർത്ഥകത എന്ത് എന്നാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. അതിനൊരു ഉപമയിലൂടെയാണ് പഠിപ്പിക്കുന്നത്. എന്താണ് ആ ഉപമ? അല്ലാഹു പറയുന്നു, ഇത്തഖദു മിൻ ദൂനില്ലാഹി ഔലിയാ. അല്ലാഹ്ക്ക് പുറമെ ഔലിയാക്കന്മാരെ, രക്ഷാധികാരികളെ സ്വീകരിച്ചതിൻ്റെ ഉപമ എന്താണ്? കമസലിൽ അൻകബൂത്ത്. ഒരു എട്ടുകാലിയെപ്പോലെയാണ്. എട്ടുകാലിയുടെ വിഷയം എന്താ? ഇത്തഖദത് ബൈത. ആ എട്ടുകാലി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വീടുണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം എട്ടുകാലിയുടെ വീട് എത്ര ബലവത്തതാണ്. എട്ടുകാലിയേക്കാൾ നിസാരന്മാരായ ജീവികൾ, നല്ല ശക്തമായ വീടുകൾ, പടുകൂറ്റൻ വീടുകൾ, പടുകൂറ്റൻ അവരുടെ വാസസ്ഥലങ്ങൾ അവർ നിർമ്മിക്കുന്നു. ഉദാഹരണം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു ഉറുമ്പ് വേണ്ട, നമ്മുടെ വീട്ടിലൊക്കെയുള്ള നമ്മുടെ ഈ തടികളൊക്കെ തിന്നുന്ന, അതിനെന്താ പറയുന്നത്? ഓരോ നാട്ടിലും ഓരോന്ന് പറയും. ഏതായാലും ആ സാധനം, ആ ജീവി ചിലന്തിയേക്കാൾ എത്രയോ ചെറുതാണ്. ചിലന്തി പല വലിപ്പത്തിലുണ്ട്. ചിലന്തി ഒരുപക്ഷെ നമ്മുടെ കൈയുടെ വലിപ്പത്തിൽ, നമ്മുടെ കൈപ്പത്തിയുടെ വലിപ്പത്തിൽ ഉള്ള ചിലന്തികൾ വരെയുണ്ട്. പക്ഷെ അതെല്ലാം നിർമ്മിക്കുന്ന വീടിൻ്റെ അവസ്ഥ എന്താ? അതിനേക്കാൾ നിസാരമായ ഉറുമ്പ്, ഒരു ചെറിയ ഉറുമ്പ് എത്ര ഉണ്ടാവും? ഒരു കടുകുമണിയുടെ അത്രയുള്ള ഉറുമ്പ്, അതുപോലും നിർമ്മിക്കുന്ന വീടിൻ്റെ വലിപ്പവും വീടിൻ്റെ ആ ശക്തിയും എത്ര വലുതാണ്.
അതുപോലുമില്ലാത്ത ഒരു ജീവിയാണ് എട്ടുകാലി എന്നുള്ളത്. എട്ടുകാലിയുടെ വീടിൻ്റെ പ്രത്യേകത എന്താ? ആ എട്ടുകാലിയുടെ വീടിൻ്റെ പ്രത്യേകത ഒരു കാറ്റിനെ തടയാൻ സാധിക്കുകയില്ല. വെയിലിൽ നിന്ന് ആ എട്ടുകാലിക്ക് മുക്തമല്ല. മഴയിൽ നിന്ന് ആ വീട് എട്ടുകാലിയെ സംരക്ഷിക്കുന്നില്ല. ശത്രുക്കളിൽ നിന്ന് പോലും ആ എട്ടുകാലിയെ ആ വീട് സംരക്ഷിക്കുന്നില്ല. ഒരു ഇല വന്ന് വീണാൽ പോലും, ഒരു നിസാരമായ ഒരു ഇല കാറ്റടിച്ച് വന്ന് വീണാൽ പോലും തകരുന്ന ചീട്ടുകൊട്ടാരം മാത്രമാണ് യഥാർത്ഥത്തിൽ എട്ടുകാലിയുടെ വീട് എന്നുള്ളത്. എട്ടുകാലി ഇരയായി സ്വീകരിക്കുന്നത് പോലും, എട്ടുകാലി ഇരയായി ഭക്ഷിക്കുന്ന ശത്രുക്കൾ പോലും, എട്ടുകാലിയുടെ ഇര പോലും ആ എട്ടുകാലിയുടെ വീടിനെ നശിപ്പിക്കാൻ കഴിവുള്ളതാണ്. എന്നിരിക്കെ ഇത്രയും ദുർബലമായ വീട് നിർമ്മിക്കുന്ന എട്ടുകാലിയുടെ ഉപമയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളെക്കുറിച്ച്, അത്തരം ആ പ്രാർത്ഥനകളെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അതിൻ്റെ ബാക്കിയായി കൊണ്ട് പറഞ്ഞത് വ ഇന്ന ഔഹനൽ ബുയൂത്ത്, ഏറ്റവും ദൗർബല്യമുള്ള വീടുകളിൽ ഏറ്റവും ദൗർബല്യമുള്ള വീട് ഏതാണ്? ലബൈത്തുൽ അൻകബൂത്ത്, അൻകബൂത്തിൻ്റെ വീടാണ്. അൻകബൂത്ത് എന്ന് പറഞ്ഞാൽ എട്ടുകാലി. എട്ടുകാലിയുടെ വീടാണ് വീടുകളിൽ വെച്ച് മറ്റെല്ലാ ജീവികളുടെ വീടും എടുക്കുക. എന്നിട്ട് ആ എല്ലാ ജീവികളുടെ വീടിൻ്റെയും ബലത്തിനെയും അത് നൽകുന്ന സംരക്ഷണത്തിനെയും കുറിച്ച് ആലോചിക്കുക. അപ്പോൾ എട്ടുകാലിയുടെ വീടിൻ്റെ അവസ്ഥ എന്ത്? അത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ലൗ കാനു യഅലമൂൻ. ഒരുപക്ഷെ അവർ ചിന്തിച്ചേക്കാം, അറിഞ്ഞേക്കാം, മനസ്സിലാക്കിയേക്കാം. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഉപമ നമുക്ക് പഠിപ്പിച്ച് നൽകുകയാണ്. അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. അള്ളാഹുവിന് പുറമെ അഭൗതികമായ മാർഗത്തിൽ ഗുണമോ ദോഷമോ പ്രതീക്ഷിക്കാൻ ഒരു ശക്തിയിൽ നിന്നും പാടില്ല എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു. അങ്ങനെ തേടുന്ന ആളുകളും തേടപ്പെടുന്ന ആളുകളും എത്ര ദുർബലന്മാർ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളൊരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ശക്തിയെ അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥിക്കപ്പെടുന്ന വ്യക്തി എത്ര ദുർബലൻ എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അവരുടെ സ്വന്തം കാര്യത്തിൽ പോലും അവർക്ക് തീരുമാനമാക്കാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത്. അവർ മരിച്ചുപോയിട്ടുണ്ട്, അവരുടെ ജീവൻ പോലും നിലനിർത്താൻ സ്വയം കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇവരുടെ അസുഖങ്ങൾ മാറ്റാൻ കഴിയുക, ഇവരെ സംരക്ഷിക്കാൻ കഴിയുക, ഇവരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക? അതിനുള്ള ഉടമസ്ഥാവകാശം ആര് നൽകി? ഒരു മുട്ടുസൂചി പോലും സ്വന്തം ഉണ്ടാക്കാൻ വേണ്ട, ഒരു ഈച്ചയെപ്പോലും സ്വയം ഉണ്ടാക്കാൻ കഴിയാത്ത ആളുകളാണ്, സ്വയം സൃഷ്ടിക്കാൻ കഴിയാത്ത ആളുകളാണ് ആരാധ്യന്മാരായിക്കൊണ്ട് ഇന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്, സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരൊക്കെയും ദുർബലന്മാരാണ്, അവരോട് പ്രാർത്ഥിക്കുന്നത് അങ്ങേയറ്റത്തെ ദുർബലതയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ചിന്തിക്കുന്നവർക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നും തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നത് അള്ളാഹു മറ്റൊരു ഉപമയിലൂടെ അള്ളാഹ് പറയുന്നു, യാ അയ്യുഹന്നാസ് ദുരിബ മസലൻ ഫസ്തമിഉ ലഹു. ജനങ്ങളെ, നിങ്ങൾക്കൊരു ഉപമ ഞാൻ പറഞ്ഞു തരാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. ശ്രദ്ധിച്ച് കേട്ടാൽ തന്നെ, ചിന്തിച്ചാൽ തന്നെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും. അള്ളാഹു പറയാണ്, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാ, അള്ളാഹ്ക്ക് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടല്ലോ, ലൻ യഖ്ലുഖൂ ദുബാബ, ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാത്ത ആളുകളാണ്. വലവിജ്തമഊ ലഹു, ഇനി നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയാലും ശരി ആർക്കും ഒരു ഈച്ചയെ സൃഷ്ടിക്കാൻ കഴിയില്ല. ഇനി ഈ ആരാധ്യ വസ്തുക്കൾ അവരുടെ മുമ്പിൽ സമർപ്പിച്ച നിവേദ്യം, ആ നിവേദ്യത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ഈച്ച തട്ടിയെടുത്തു കൊണ്ടുപോയാൽ പോലും ആ ആരാധ്യ വസ്തുക്കൾക്ക്, ആ ആരാധ്യന്മാർക്ക് ഈ ഈച്ചയിൽ നിന്ന് തൻ്റെ നിവേദ്യത്തെ തിരിച്ചെടുക്കാൻ പോലും സാധിക്കുകയില്ല. അത്ര ദുർബലന്മാരാണിവർ എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് ഉപമയിലൂടെ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അതുകൊണ്ട് ആരാധിക്കപ്പെടേണ്ടവൻ അള്ളാഹു മാത്രമാണ്. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ അർത്ഥനയും നമ്മുടെ തേട്ടവും നമ്മുടെ എല്ലാ നിലയ്ക്കുമുള്ള ഇബാദത്തുകൾ സമർപ്പിക്കേണ്ടത് നമ്മുടെ രക്ഷിതാവായ, നമ്മുടെ സ്രഷ്ടാവായ അള്ളാഹുവിന് മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു. ലൗ കാനു യഅലമൂൻ, ചിന്തിക്കുന്നവർക്ക്, പഠിക്കുന്നവർക്ക്, മനസ്സിലാക്കുന്നവർക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. പഠിക്കുന്നവർക്ക് സത്യം മനസ്സിലാക്കാനും സാധിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. 42-ാമത്തെ ആയത്ത് നമുക്ക് കേൾക്കാം.
إن الله يعلم ما يدعون من دونه من شيء وهو العزيز الحكيم. 42-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഷിർക്കിനെ ന്യായീകരിക്കുന്നവർക്കും ഷിർക്കിനെ പ്രചരിപ്പിക്കുന്നവർക്കുമുള്ള ഒരു മറുപടിയായിക്കൊണ്ടാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. ഇന്നല്ലാഹ യഅലമു, അള്ളാഹു അറിയുന്നവനാകുന്നു. അള്ളാഹുവിൻ്റെ അറിവ് വിശാലമാണ്. ഈ ലോകത്തൊരു ഇല കൊഴിഞ്ഞ് വീണാൽ പോലും അള്ളാഹു അറിയുന്നു. അള്ളാഹു പറയാണ് ഇന്നല്ലാഹ യഅലമു മാ യദ്ഊന മിൻ ദൂനിഹി മിൻ ഷൈ. അള്ളാഹ്ക്ക് പുറമെ ആരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ, എത്ര വലിയ ആളുകളാണെങ്കിലും ഏത് വസ്തുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ അവരെക്കുറിച്ചെല്ലാം കൃത്യമായി അറിയുന്നു. ബാബമാരോ ബീവിമാരോ തങ്ങന്മാരോ അല്ലെങ്കിൽ പ്രവാചകന്മാരോ നബിമാരോ അമ്പിയാക്കന്മാരോ ആരുമാകട്ടെ, ആരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ അവരെക്കുറിച്ചെല്ലാം കൃത്യമായി അറിയുന്നവനാണ് അള്ളാഹു. അവരുടെ കഴിവിനെക്കുറിച്ച്, അവർക്ക് ചെയ്യാൻ കഴിയുന്നതിനെക്കുറിച്ച്, അവർക്ക് സഹായിക്കാൻ കഴിയുന്നതിനെക്കുറിച്ചും എല്ലാം കൃത്യമായി അറിയുന്നവൻ. അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, എന്തൊക്കെ ചെയ്യാൻ കഴിയില്ല എന്ന് കൃത്യമായി അറിയുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് തന്നെ നേരത്തെ ഉപമ പറഞ്ഞല്ലോ, അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അഭൗതികമായ മാർഗത്തിൽ ഒരു സഹായവും ഒരു ഉപദ്രവവും വരുത്താൻ അവർക്ക് സാധിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, അങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ എത്ര വഴിപിഴവിലാണ്, അങ്ങേയറ്റത്തെ വഴിപിഴവിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമത്തി വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. ഇത്തരം വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവരാകട്ടെ അവർ ഇവരുടെ പ്രാർത്ഥനയിൽ അശ്രദ്ധരാണ്. അവർക്കറിയില്ല, പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുമില്ല. പക്ഷേ എന്നിട്ടും അവർ പ്രാർത്ഥിക്കുന്നു. അവരോട്, അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് അത്തരം ആളുകൾ, പ്രാർത്ഥിക്കുന്ന ആളുകൾ, അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ വമൻ അളല്ലു, ആരുണ്ട് ഏറ്റവും വഴിപിഴവിലായിട്ട്, മിമ്മൻ യദ്ഉ മിൻ ദൂനില്ല, അള്ളാഹ്ക്ക് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളല്ലാതെ. അതുകൊണ്ട് ലോകത്തിൽ വച്ച് ഏറ്റവും വഴിപിഴച്ചവൻ ആര് എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ എന്നാണ് അതിൻ്റെ ഉത്തരം. അതുകൊണ്ട് തന്നെ ഈ ആരാധ്യ വസ്തുക്കളെക്കുറിച്ച് കൃത്യമായി അറിയുന്നവനാണ് അള്ളാഹു. ഇന്നല്ലാഹ യഅലമു മാ യദ്ഊന മിൻ ദൂനിഹി മിൻ ഷൈ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇത്തരം വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ആരാധ്യ വസ്തുക്കളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അറിയുന്നവനാകുന്നു. അത് ജാറമാകട്ടെ, ബാവയാകട്ടെ, ബീവിയാകട്ടെ, വിഗ്രഹങ്ങളാകട്ടെ, കല്ലാകട്ടെ, മരമാകട്ടെ, അല്ലെങ്കിൽ പുണ്യപുഷ്പങ്ങളാകട്ടെ, പുണ്യമഹാന്മാരാകട്ടെ, ആരുമാകട്ടെ, ലോകത്ത് ആരാധിക്കപ്പെടുന്ന ഒന്നും അതിൽ നിന്ന് ഒഴിവല്ല. എല്ലാത്തിനെക്കുറിച്ചും അള്ളാഹു അറിയുന്നവനാണ്. വഹുവൽ അസീസുൽ ഹക്കീം. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല, നിങ്ങൾ ആരെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ സ്വാതന്ത്ര്യമുണ്ട്. അള്ളാഹു അസീസാണ്, പ്രതാപിയാൻ. നിങ്ങളെല്ലാവരും അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ചാലും അള്ളാഹുവിൻ്റെ ഇസ്സത്തിൽ ഒന്നും കുറയാൻ പോകുന്നില്ല. നിങ്ങളെല്ലാവരും അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചാലും അള്ളാഹുവിൻ്റെ ഇസ്സത്തിന് കൂടുതൽ ഉയരാനും പോകുന്നില്ല. അള്ളാഹു അസീസാണ്. അത് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും, എല്ലാവരും വിളിച്ചു പ്രാർത്ഥിച്ചാലും അള്ളാഹുവിൻ്റെ ഇസ്സത്തിൽ അധികരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അള്ളാഹു ആദ്യം മുതലേ അസീസാണ്. അള്ളാഹു എക്കാലത്തും അസീസാണ്. അള്ളാഹു അസീസാണ്, അള്ളാഹു ഹക്കീമാണ്, അള്ളാഹു യുക്തിജ്ഞനാണ്. കൃത്യമായി കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്നു, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു, കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് നൽകുന്നു. ഈ ലോകത്ത് ആരാധിക്കപ്പെടുന്ന വസ്തുക്കളില്ലേ, അള്ളാഹുവിന് ഒരു പക്ഷേ വേണമെങ്കിൽ ഈ ആരാധ്യ വസ്തുക്കളെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളെ നശിപ്പിക്കാൻ അള്ളാഹുവിന് സാധിക്കും. പക്ഷേ അള്ളാഹു യുക്തിജ്ഞനാണ്. കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നു, കാര്യങ്ങളെ മനസ്സിലാക്കി തരുന്നു, കാര്യങ്ങൾ വിശദീകരിച്ച് നൽകുന്നു. അതിനുവേണ്ടി പ്രവാചകന്മാരെ അയക്കുന്നു, അതിനുവേണ്ടി വേദഗ്രന്ഥങ്ങൾ നമുക്ക് അയച്ചു തരുന്നു. എന്നിട്ടും ചിന്തിക്കാതെ പഠിക്കാതെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് നമുക്ക് തന്നെയാണ് നാശം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ആയത്താണ് തൊട്ടടുത്ത ആയത്ത്. 43-ാമത്തെ വചനം കൂടി നമുക്ക് കേൾക്കാം. وَتِلْكَ الْأَمْثَالُ نَضْرِبُهَا لِلنَّاسِ وَمَا يَعْقِلُهَا إِلَّا الْعَالِمُونَ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, وَتِلْكَ الْأَمْثَالُ نَضْرِبُهَا لِلنَّاسِ. ഇത്തരം ഉപമകൾ, നേരത്തെ 2 ഉപമകൾ പറഞ്ഞല്ലോ. 8 കാലിയുടെ വീട് പോലെയാണ്. ആ 8 കാലിയുടെ വീട് എത്ര ദൗർബല്യമുള്ള വീടാണ്.
അതുപോലെയാണ് അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അവർക്ക് യാതൊരു നിലക്കും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കുകയില്ല. സ്വയം തന്നെയും ഉപകാരമോ ഉപദ്രവമോ തടയാൻ സാധിക്കില്ല. ഉപദ്രവം തടയാനോ ഉപകാരം ചെയ്യാനോ സാധിക്കാത്ത ആളുകൾ ദൗർബല്യമുള്ള ആളുകളാണ് ഈ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നവരും ഈ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരും എന്നത് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ വതിൽക്കൽ അംസാലു നദ്രിബുഹ, ലറബ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അടിക്കുക എന്നതാണ്. നദ്രിബു നാം അടിച്ചു എന്നാണ്. എന്നാൽ ഇവിടെ ഉപമിക്കുക, ഇത്തരം ഈ ഉപമകൾ കൊണ്ടുവന്നത് എന്തിനെ? ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അറിവ് വിശാലമാണ്. അള്ളാഹുവിന് പ്രത്യേകിച്ച് ഒന്നും ഈ ഉപമകൾ പറയുന്നതിൽ അള്ളാഹുവിന് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. മറിച്ച് നേട്ടമുണ്ടാർക്ക്? മനുഷ്യർക്ക്. മനുഷ്യർ നേരായ വഴിയിൽ സഞ്ചരിക്കണം. അന്ധവിശ്വാസത്തിലും അന്ധകാരത്തിലുമാണ് ജീവിക്കുന്നത് എങ്കിൽ നമുക്കറിയാലോ, ഇന്ന് വാർത്താ മീഡിയകളിലൊക്കെ കാണാൻ സാധിക്കുന്നത് അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ മരണങ്ങൾ വരെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നേരായ പാതയിൽ വരണം, സന്മാർഗത്തിലുണ്ടാകണം, നേർവഴിയിലൂടെ നേർപഥത്തിലൂടെ സഞ്ചരിക്കണം. അവൻ്റെ കയ്യിലുള്ളത് വഴിവിളക്കായിരിക്കണം. നേർപഥത്തിലൂടെ നേർവഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിനുതകുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും ആ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളെയും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിനെയും പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നേർവഴിയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഉപമകളെല്ലാം അള്ളാഹു നൽകിയത്. വമാ യഅഖിലുഹ ഇല്ലൽ ആലിമൂൻ, അള്ളാഹു പറയാണ്, ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കുക. വമാ യഅഖിലുഹ, അതിനെ ചിന്തിക്കുകയില്ല. ഇല്ലൽ ആലിമൂൻ, അറിവുള്ളവർ, മനസ്സിലാക്കുന്നവർ, വാശി പിടിക്കാത്ത ആളുകൾ, സത്യം ഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവർക്കൊരിക്കലും ഈ ഒരു സത്യത്തിൽ നിന്ന് പിന്മാറി നിൽക്കാൻ കഴിയുകയില്ല. യഥാർത്ഥത്തിൽ സത്യത്തിൽ നിന്ന് പിന്മാറിയവരെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആയത്തുകളിൽ പഠിച്ചു. അവർ സത്യം മനസ്സിലാക്കിയിട്ടും, ഫിർഔൻ നമ്മൾ പ്രത്യേകം പറഞ്ഞു, സത്യം മനസ്സിലാക്കിയിട്ടും അവർ അവരുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും അവരുടെ സമ്പത്തിൻ്റെ പ്രൗഢി കാണിച്ചുകൊണ്ടും അവർ പിന്മാറി നിന്നതാണ്. വെള്ളത്തിൽ മുങ്ങി നശിപ്പിക്കപ്പെടുന്ന സമയത്താണ് മൂസ, നിൻ്റെ റബ്ബിലേക്ക് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, നിൻ്റെ റബ്ബിനെ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. അവിടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ജനങ്ങൾക്കു വേണ്ടി ചിന്തിക്കുന്ന, മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന, കുറച്ചെങ്കിലൊക്കെ ഒന്ന് തല കൊടുക്കുന്ന ആളുകൾക്ക്, വിഷയത്തെക്കുറിച്ച് കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും താല്പര്യമുള്ള ആളുകൾക്ക് ഇത് തീർച്ചയായും ഉപകാരപ്പെടും എന്ന് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഇല്ലൽ ആലിമൂൻ എന്ന് അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞത്. ആലിം എന്ന് പറഞ്ഞാൽ കിതാബ് പഠിച്ച, ഖുർആൻ ഫുള്ള് ഹിഫ്ളാക്കിയ അങ്ങനെയുള്ള ആലിമീങ്ങൾ, അതായത് ഇസ്ലാമിൻ്റെ ഉള്ളിൽ പ്രത്യേകമായ ആലിം എന്ന് പറയുമ്പോൾ കിതാബ് പഠിച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് അറബി കോളേജിലൊക്കെ പഠിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദർസിലൊക്കെ ഇരുന്ന് പഠിച്ച് അങ്ങനെ ഒരു വലിയ പണ്ഡിതനായി മാറിയ ആളുകൾക്ക് മാത്രമേ ഇത് മനസ്സിലാവൂ എന്നില്ല. മറിച്ച് തൊട്ടു മുമ്പ് പറഞ്ഞെന്താ, ഈ ഉപമകളെല്ലാം അള്ളാഹു അവതരിപ്പിച്ചത്, പഠിപ്പിച്ചത്, പറഞ്ഞു തന്നത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആ ജനങ്ങൾക്കുണ്ടാകേണ്ട ഒരു പ്രത്യേകതയെക്കുറിച്ച് പറയണം. പഠിക്കുന്നവരാകണം. അതോടൊപ്പം മനസ്സിലാക്കാനും ചിന്തിക്കാനും ഒന്ന് തല കൊടുക്കാനും വിഷയത്തെക്കുറിച്ച് ഗ്രഹിക്കാനും ഒന്ന് ആലോചിക്കാനും ഒക്കെ കഴിവുള്ള ആളുകൾക്ക് ഒരിക്കലും ഈ ഉപമ വെറുതെയാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. എത്ര മനോഹരമായ ഉപമയാണ് എട്ടുകാലിയുടെ ഉപമ എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്താണ് റബ്ബിനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും റബ്ബിന് മാത്രം സർവ്വതും സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയും തേട്ടവും അർത്ഥനയും എല്ലാം അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കേവർക്കും ആ രൂപത്തിൽ തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.